മാസ് മോട്ടോഴ്സിൽ നിന്നാണ് നമ്മുടെ ഹോണ്ടയുടെ ഡ്രീം സീരീസ് CD 110 വണ്ടി ജനറൽ സർവീസായിട്ട് കയറിയാണ്. ഇപ്പോൾ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്ക്, എയർ ഫിൽറ്റർ, അതേപോലെ തന്നെ പ്ലഗ്, ബാറ്ററി ടെസ്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമ്മൾ നോക്കുന്ന സമയത്ത് ബ്രേക്ക് ലൈനർ നമുക്ക് അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വലിയ പഴക്കത്തിലേക്ക് എത്തിയിട്ടില്ല, ഒരു പകുതിയോളം കഴിഞ്ഞിട്ടുണ്ട്. നമുക്കതൊന്ന് ക്ലീൻ ചെയ്തിട്ട് നമുക്കൊന്ന് റീസെറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ചെയിൻ ലൂസ് ഉണ്ട്, ചെയിനൊക്കെ നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാനുണ്ട്. ചെറുതായിട്ടുള്ള വലിയ കാര്യമായിട്ട് അടിയൊന്നുമില്ല, പക്ഷെ എന്നാൽ പോലെ നമുക്ക് ചെയിൻ ടൈറ്റ് ചെയ്തിടാം. പിന്നെ എയർ ഫിൽറ്റർ ആയാലും ഒന്ന് ക്ലീൻ ചെയ്ത് തരാം കേട്ടോ. എയർ ഫിൽറ്റർ മാറ്റേണ്ട ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയിട്ടില്ല, ക്ലീൻ ചെയ്താൽ മതി. പിന്നെ എൻജിൻ ഓയിൽ മാറുന്നുണ്ട്, ആക്സിലേറ്ററിൻ്റെ കേബിള് നമുക്ക് ടൈറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ട് സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ഫോർക്കിൻ്റെ സൈഡിൽ നമുക്ക് ഓയിൽ ലീക്ക് ഒക്കെ ഉണ്ട്. അത് ജസ്റ്റ് അഴിച്ചിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഇതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്യാം. അതിന് ശേഷം നമുക്ക് അതിൻ്റെ എൻജിൻ ഓയിലിൻ്റെ പ്ലഗ് നമ്മളൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. പ്ലഗും എയർ ഫിൽറ്ററും കൂടി ഒരുമിച്ചാണ് നമുക്ക് മാറ്റേണ്ടി വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തൽക്കാലം എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ പ്ലഗ് മാറ്റിയാൽ മതി. വേറെ കംപ്ലൈൻറ്റ് ഒന്നുമില്ല, നമുക്ക് റീസെറ്റ് ചെയ്യാം. പിന്നെ നമുക്ക് നോക്കുന്ന സമയത്ത് അതിൻ്റെ സ്പീഡോ മീറ്ററിൻ്റെ ഉള്ളിൽ ഈ മീറ്റർ മെക്കാനിസം ഇതിനുണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിൽ രാത്രി സമയങ്ങളിൽ ലൈറ്റ് ഉണ്ടാവില്ല. അതായത് അതിൻ്റെ ഉള്ളിൽ ഒന്ന് ചെറിയ ബൾബ്, ആർക്ക് ബൾബ് ഡാമേജാണ്, അത് പോയേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അതിനകത്ത് ഈ ഒരെണ്ണത്തില്ല, അപ്പുറത്തെ സൈഡൊക്കെ ഈ സൈഡിൽ തെളിയുന്നില്ല. അപ്പോൾ നൈറ്റ് നമുക്ക് അതിൻ്റെ ഫ്യൂവലിൻ്റെ ആ മീറ്റർ നമുക്ക് ഡിസ്പ്ലേ കാണാൻ പറ്റില്ല, ആ ലൈറ്റ് ഇല്ലാത്തത് കൊണ്ട്. പിന്നെ ഈ ക്രാഷ് ഗാർഡ്, ലെഗ് ഗാർഡ് നമ്മുടെ ഈ സൈഡിൽ വരുമ്പോഴത്തേക്ക് ഇവിടെ ഒടിഞ്ഞു പോയേക്കാം ഈ സൈഡ്. അതായത് ശരിക്കും അത് വൺ സൈഡ് ഇവിടുന്ന് വിട്ടുപോയേക്കാം. അതുണ്ടോ, ഇവിടുന്ന് വെൽഡിങ് വിട്ടുപോയേക്കണതാണ്. അപ്പോൾ അതൊന്ന് അഴിച്ചിട്ട് വെൽഡ് ചെയ്യാൻ പറ്റുമെന്നുള്ള ദിവസം നോക്കാം. നമുക്കത് കറക്റ്റായിട്ട് ചിലപ്പോൾ അഴിച്ച് വെൽഡ് ചെയ്ത് കഴിഞ്ഞാൽ പിടിപ്പിക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ഞാനൊന്ന് അഴിച്ച് നോക്കാം, നടപടി ആവണ കേസാണെങ്കിൽ നമുക്ക് ചെയ്തിടാം. കാരണം അപ്പുറത്തെ സൈഡും പൊട്ടി തന്നെ ഇരിക്കണം, ഈ സൈഡും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് വെൽഡ് ചെയ്യുകയാണെങ്കിൽ ഒന്ന് വെൽഡ് ചെയ്ത് ബലപ്പെടുത്തിയിട്ട് ഒന്ന് പെയിൻറ്റ് ടച്ച് ചെയ്ത് കയറ്റിയിടാം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ ഈ ക്ലച്ചിൻ്റെ ഈ ലിവറൊക്കെ ബെൻഡായിട്ടിരിക്കേണ്ട ഒടിയാറായ ഒരു കണ്ടീഷനിൽ നിൽക്കണേ. ഇത്രയാണ് മെയിനായിട്ട് നമുക്ക് സർവീസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന അതിൻ്റെ കംപ്ലയിൻസും അതിനോടനുബന്ധിച്ച് ചെയ്യേണ്ടുന്ന വർക്കുകളും. അതിനുശേഷം നമുക്ക് ഇനി ഫ്രണ്ട് ഫോർക്കും കൂടി തന്നെ അഴിക്കാം. അഴിച്ചതിന് ശേഷം ഞാൻ അതിൻ്റെ ഓയിൽ മാറ്റുന്നതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും അതിനകത്തേക്ക് തന്നെ ഒന്ന് ആഡ് ചെയ്ത് തരാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടാം. എന്തായാലും വൈകുന്നേരം ആവും, ഒരു 6-7 മണിയൊക്കെ ആവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ ബാറ്ററിയുടെ കേസ് കൂടി ജസ്റ്റ് ഒന്ന് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. 2021 മോഡൽ ആമറോണിൻ്റെ ബാറ്ററിയാണ് ഇതും ഇരിക്കുന്നത് കേട്ടോ. 2021 മോഡൽ ആമറോണിൻ്റെ 12 വോൾട്ട് 4 ആമ്പിയർ തന്നെ ബാറ്ററി. അപ്പോൾ നമ്മളത് അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നിലവിൽ 12 വോൾട്ട് കിട്ടുന്നുണ്ട്. ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട്. ബാറ്ററി ടെസ്റ്റ് നടത്തുന്ന സമയത്ത് ഓൾറെഡി ഇതിനകത്ത് കംപ്ലയിൻറ്റ് കാണിക്കുന്നുണ്ട്. ബാറ്ററിയുടെ ലൈഫ് കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുക, ബാറ്ററി കംപ്ലയിൻ്റ് ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ അത് 100% നമുക്കിപ്പോൾ സെൽഫ് എടുക്കുന്നതിന് പ്രശ്നമൊന്നുമില്ല. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുമ്പോൾ നമുക്കത് മാറ്റേണ്ട സിറ്റുവേഷൻ വരും. വലിയ താമസമില്ലാണ്ട് നമുക്ക് ബാറ്ററിയുടെ കേസ് മാറ്റേണ്ടി വന്നേക്കൂട്ടോ. അതൊന്ന് ശ്രദ്ധിച്ചോളാം, ജസ്റ്റ് ഞാൻ ഒന്ന് ഇൻഫോം ചെയ്തെന്നുള്ളൂ. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ടയറിൻ്റെ കേസും, ഫ്രണ്ട് ടയർ ആവറേജ് അതിൻ്റെ ലൈനൊക്കെ മാഞ്ഞുണ്ട്. സൈഡിൽ ഗ്രൂ നോക്കണ്ട, സെൻറ്ററിൽ ആ കട്ട തീർന്നിട്ടുണ്ട്. ഇതിന് ശരിക്കും പറഞ്ഞാൽ ഈ സൈഡിൽ ഒരു ഇൻഡിക്കേഷൻ മാർക്കുണ്ട്, ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്, ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ സെൻറ്റർ പോർഷൻ വരുമ്പോൾ അവിടെ ഒരു ലെഗ് അതിനോട് ചേർന്ന് വരുമ്പോഴാണ് മാറേണ്ടത്. ഇത് ആ ലൈൻ ഫുള്ളായിട്ട് തന്നെ മാഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ അത് വലിയ മഴയൊക്കെ പിടിക്കുന്നേക്കാൾ മുമ്പ് അതൊക്കെ ഒന്ന് മാറ്റുന്ന ദിവസം ഒന്ന് ശ്രദ്ധിച്ചോളൂ. ഇത് ഫ്രണ്ട് ഫോർക്ക് നമ്മൾ അഴിച്ചിട്ടുണ്ട് ഓയിൽ സീൽ മാറ്റാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓയിൽ സീൽ നമുക്കത് അത്യാവശ്യം നല്ല രീതിയിൽ ലീക്ക് ഉണ്ടായ പൈപ്പാണത്. അതിൻ്റെ ഇവിടെ ചെറിയൊരു ക്രാക്ക് ഉണ്ട് കേട്ടോ, ഒരു കുത്ത് പോലെ കാണുന്നുണ്ട്. ഇവിടെ നോക്കുമ്പോൾ അതുണ്ടോ, അത് ഒരു കാരണമാണ്. അപ്പോൾ നമുക്ക് തൽക്കാലം ഓയിൽ സീൽ മാറ്റിയിട്ട് നോക്കാനേ പറ്റുള്ളൂ. ശരി, അത്യാവശ്യം ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഉണ്ട്. അപ്പോൾ തൽക്കാലം നമുക്കൊന്ന് ഓയിൽ സീൽ മാറ്റിയിട്ട് നോക്കാം. ഇതേപോലെ ഈ പ്ലേറ്റിങ്ങിൻ്റെ ഇവിടെ വന്ന തുരുമ്പിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് ഓരോന്നാണ് ഈ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു കംപ്ലയിൻറ്റിൻ്റെ ഒരു റീസണായിട്ട് നമുക്കുള്ളത്. ഇപ്പുറത്തേമേ ഉണ്ട് നിലവിൽ, പക്ഷെ അത്രയും അങ്ങോട്ട് പ്രശ്നമില്ല. ഇത് തൽക്കാലം ഓയിൽ സീൽ മാറ്റിയിടാം, നമുക്കിപ്പോൾ അതാണ് ചെയ്യാൻ പറ്റുക. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ ഫോർക്ക് പൈപ്പടക്കം മാറേണ്ടി വരും. നിലവിൽ അത്രയും പ്രശ്നം തോന്നണമില്ല. ഞാൻ ശരിക്കും റബ്ബ് ചെയ്തതിന് ശേഷം നമുക്ക് ഓയിൽ സീൽ മാറ്റിയിടാം. ലീക്ക് വരാനുള്ളൊരു സാധ്യതയൊക്കെ ഉണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ചെയ്ത് നോക്കാമെന്ന് മാത്രം. അതല്ലെങ്കിൽ പിന്നെ നമ്മൾ ഫോർക്ക് പൈപ്പും കൂടി മാറ്റണം. അപ്പോൾ ഇച്ചിരി കോസ്റ്റ്ലിയാണത്, വീണ്ടും എമൗണ്ട് വേരിയേഷൻ വരും. അപ്പോൾ തൽക്കാലം നമുക്കിതിപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്നുള്ളത് ഇത് മാറ്റാം. എന്നിട്ട് കംപ്ലയിൻറ്റ് വരാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പിന്നീട് ചിന്തിച്ചാൽ മതി. പിന്നെ നമ്മൾ ആ ഫ്രണ്ട് ക്രാഷ് ഗാർഡ്, ലെഗ് ഗാർഡിൻ്റെ ഭാഗത്ത് വെൽഡിങ്ങൊക്കെ വിട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് നമ്മളത് വെൽഡ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. സൈഡൊക്കെ വെൽഡ് ചെയ്ത് കറക്റ്റായിട്ട് പിടിപ്പിച്ചിട്ടുണ്ട്. ക്ലച്ചിൻ്റെ കേബിൾ മാറ്റി പുതിയത് സെറ്റ് ചെയ്യണമെങ്കിൽ ആക്സിലേറ്ററുകളും കൂടി മാറ്റാനുണ്ട്. അതേപോലെ ക്ലച്ച് ലിവറിൻ്റെ കേസും അത് ക്ലിയർ ചെയ്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ബാക്കി നമ്മൾ പറഞ്ഞാണ് എസ്റ്റിമേറ്റും പ്രകാരമാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഫോർക്ക് പൈപ്പിൻ്റെ കേസ് നോക്കാം, ബൈ ചാൻസ് ഒരു ഓയിൽ ലീക്കിനുള്ള സാധ്യത 100% തള്ളി കളയാൻ പറ്റില്ല. കാരണം ആ ഒരു സ്ക്രാച്ച് ഉള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ ഇത് കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു പക്ഷേ വീണ്ടും വന്നേക്കും കേട്ടോ. കാരണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കഴിച്ചാൽ പൈപ്പ് മാറ്റേണ്ടി വരും. പൈപ്പ് മാറ്റുമ്പോൾ രണ്ടും കൂടിയിട്ട് ചേഞ്ച് ചെയ്യേണ്ടി വരും. രണ്ടിനും ഒരേ തേമാനമുള്ളവൻ. അപ്പോൾ പരമാവധി ഉപയോഗിക്കുക. അതിന് ശേഷം വരാണെങ്കിൽ നമുക്ക് അപ്പോൾ അത് നോക്കണതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ ഞാനതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വാട്സാപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടേക്കാം കേട്ടോ. എസ്റ്റിമേറ്റും ഡീറ്റെയിൽസൊക്കെ ഓഫീസിൽ നിന്ന് വിളിച്ചോളും. ഓക്കെ.